ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലരും വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ടാവും. അപ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ആർക്കും അറിയില്ല. കാരണം എന്താ വെച്ചാൽ കുറച്ചൊക്കെ അറിയും, പക്ഷെ എന്നാൽ ഫുൾ അറിയൂല. എന്തൊക്കെ മെത്തേഡ് ഒക്കെ ഉണ്ടെന്നോ ആ മെത്തേഡ് എന്തിനുള്ളതാണെന്നൊന്നും പലർക്കും അറിയില്ല. അപ്പോൾ എന്താ വെച്ചാൽ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഫുൾ വീഡിയോ ആണ് നമ്മളിന്ന് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മളെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് കം ഓൺ ഗായ്സ്. അപ്പോൾ ഗായ്സ്, ഇതാ നമ്മളെ വീട്ടിലത്തെ വാഷിംഗ് മെഷീനാണ്, LGയുടെ വാഷിംഗ് മെഷീൻ, ഫുള്ളി ഓട്ടോമാറ്റിക്. അപ്പോൾ നമ്മളിത് ഏകദേശം ഒരു 4 വർഷത്തിൻ്റെ മുകളിലായി യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ റിവ്യൂ ആണ് നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ എങ്ങനെ കംപ്ലൈൻറ്റ് കുറച്ച് ഇതാക്കാം, അതേപോലെ എങ്ങനെ നീറ്റായിട്ട് യൂസ് ചെയ്യാം, അതിൻ്റെ ടിപ്സും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ റിവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കാണുകൊണ്ടു, കാരണം സ്കിപ്പ് ചെയ്യാതെ. കാരണം എന്നാലേ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അറിയുള്ളൂ. അല്ല സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് പകുതി കിട്ടില്ല, അങ്ങനെയൊക്കെ വരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതെന്താ വെച്ചാൽ ഇതാണ് നമ്മളെ വാഷിംഗ് മെഷീൻ്റെ കൺട്രോൾ ബോർഡ് എന്ന് പറയുന്നത്. ഇതാണ് ഫുൾ കൺട്രോൾ ചെയ്യുന്നത്. ഇതിൽ വരുന്ന ഇതൊക്കെ എന്തിനുള്ളതാണെന്നാണ് എല്ലാവർക്കും അറിയാത്തത്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരുവിധം വാഷിംഗ് മെഷീൻ്റെ കംപ്ലൈൻറ്റും കുറയും. പിന്നെ വാഷിംഗ് മെഷീൻ്റെ വെള്ളത്തിൻ്റെ അത് കണക്ട് ചെയ്യണം, അതുപോലെ അത് കറക്റ്റായിട്ട് കണക്ട് ചെയ്യണം. അതുപോലെ ഇവിടെ ഒരു ഫിൽറ്റർ വരുന്നുണ്ട്, ആ ഫിൽറ്റർ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യണം. കാരണം നമ്മളെ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എല്ലാ വാഷിംഗ് മെഷീൻ്റെയും മുകളിൽ ഇതേപോലെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈ ടാങ്കിലുള്ള ചെളി മൊത്തം ആ ഫിൽറ്ററിൽ വന്ന് ആഡ് ചെയ്യും. അപ്പോൾ അത് എടുത്ത് ക്ലീൻ ചെയ്ത് അതേപോലെ തന്നെ വെക്കുക. അത് എപ്പോഴും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ തന്നെ വാഷിംഗ് മെഷീൻ്റെ കംപ്ലൈൻറ്റ് കുറച്ച് കുറഞ്ഞ് കിട്ടും. ഒരു 90% ഈ വെള്ളത്തിൻ്റെ അപേക്ഷിച്ചിട്ടാണ് കംപ്ലൈൻറ്റ് വരുന്നത് ഈ ഫുള്ളി ഓട്ടോമാറ്റിക്കിന്. അപ്പോൾ അതങ്ങോട്ട് ഒഴിവായി കിട്ടും. പിന്നെ പുറത്തേക്ക് പോകുന്ന വെള്ളത്തിനും സ്ലോപ്പ് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ബോർഡിലേക്ക് പോവാം. ബോർഡ് പറയുന്നത് ഇതാണ് കൺട്രോൾ ബോർഡ് വരുന്നത്. അതിൽ പറയുന്നത് ഈ പവർ ബട്ടൺ എന്ന് പറയുന്നത് നമുക്ക് ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ വരുന്നത് സ്റ്റാർട്ട് പൾസ്, അതെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്ത് വെക്കാനും വേണ്ടിയിട്ടുള്ള ബട്ടനാണ്. പിന്നെ പ്രോഗ്രാമാണ്. പ്രോഗ്രാം നമുക്ക് ഓരോ ഇതിൽ ഒരു 6 പ്രോഗ്രാംസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാംസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഡിലേ എന്ന് പറയുന്നത് തുണി ഇട്ട് വെച്ചിട്ട് നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്താൽ മതി. അങ്ങനെ വരുമ്പോൾ ഈ ഡിലേ ടൈമിൽ 1 മണിക്കൂർ 1 എന്നാക്കി വെച്ച് കഴിഞ്ഞാൽ ആ 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതങ്ങനെ നമുക്ക് 1 മണിക്കൂർ വേണമെങ്കിൽ വെക്കാം, അതേപോലെ 2 മണിക്കൂർ 3 മണിക്കൂർ അങ്ങനെ വെക്കാം. ഇപ്പോൾ അതിന് ഉദാഹരണം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ജോലിക്ക് പോകുന്നവരാണെങ്കിൽ രാവിലെ നമ്മൾ ജോലിക്ക് പോകുന്ന ടൈമിൽ ഇത് ഓണാക്കി വെച്ചു എന്ന് വയ്ക്കുക. അപ്പോൾ നമുക്ക് വൈകുന്നേരം വരുന്ന ടൈമിലേക്ക് ഇത് വർക്ക് ചെയ്തിട്ട് കഴിഞ്ഞ് വെച്ചാൽ മതി, വിലക്കി വെച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു നിശ്ചിത ഒരു ടൈം വയ്ക്കുക. നമ്മൾ തിരിച്ചു വരുന്ന ടൈമിങ് ഏകദേശം വയ്ക്കുക. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ വരുമ്പോഴേക്ക് വാഷിംഗ് മെഷീൻ തിരുമ്പൽ കഴിഞ്ഞ് അലക്കൽ കഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും, സ്റ്റോപ്പായി കിടന്നു. അപ്പോൾ അടുത്തത് എന്ന് പറയുന്നത് സ്പിന്നാണ്. സ്പിൻ എന്ന് പറയുന്നത് ഉണക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. റിൻസിങ് എന്ന് പറയുന്നത് പിഴിഞ്ഞെടുക്കുന്ന ഓപ്ഷനാണ്. വാഷ് എന്ന് പറയുന്നത് അലക്കുന്ന പ്രോഗ്രാം. വാട്ടർ എന്ന് പറയുന്നത് ഇതിൽ എത്ര ആവശ്യമുള്ള വെള്ളം തുണിക്കനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസാണ് ഇതിൽ വരുന്നത്. ഇനി ഇത് എങ്ങനെയൊക്കെയെന്ന് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വാഷിംഗ് മെഷീൻ ഓണാക്കാം. ഓണാക്കി കഴിഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ ഡിസ്പ്ലേ വരും. പിന്നെ നമുക്ക് സ്റ്റാർട്ട് ബട്ടനാണ് ഇത് വരുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഡയറക്റ്റ് വർക്ക് ചെയ്യും. പിന്നെ ഇത് ഓരോ തുണി കുറച്ച് കുറവുണ്ടെങ്കിലൊക്കെ മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നോക്കി നോക്കാം ഓരോന്നായിട്ട്. ഈ അടുത്തതെന്ന് പറയുന്നത് പ്രോഗ്രാം എന്ന് പറയുന്ന ബട്ടനാണ്. അതിലെന്ന് പറയുന്നത് 6 പ്രോഗ്രാമാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ 6 പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ഫസി എന്ന് പറഞ്ഞിട്ടുള്ള മോഡാണ്. അത് ഓൾറെഡി സെലക്ട് ആയിട്ടാണ് ഓൾറെഡി ഓണാക്കുമ്പോൾ തന്നെ വരിക. ഫസി മോഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓട്ടോ മോഡാണ്. ഒരു ഓട്ടോ മോഡാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫുള്ള് സെലക്ട് ആയിട്ട് വരുന്ന ഒരു മോഡാണ്. രണ്ടാമത്തെ മോഡ് എന്ന് പറയുന്നത് സൈലൻ്റാണ്. സൈലൻറ്റ് മോഡ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ടൈമിങ് കുറച്ച് വ്യത്യാസം വരും. അതേപോലെ സൈലൻറ്റ്
ഇതായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മോഡാണത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പിന്നി റിങ്സ് കുറച്ച് ടൈമിങ് കുറയ്ക്കും. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ഇത് വരാത്തത്. അതുകൊണ്ട് സൈലൻറ്റ് മോഡ് എന്ന് പറയുന്നത് ആ മോഡിന്. അടുത്തത് ക്വിക്ക് വാഷാണ്. ക്വിക്ക് വാഷ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെളി കുറഞ്ഞ തുണികളൊക്കെ പെട്ടെന്ന് അലക്കി കിട്ടാൻ വേണ്ടിയിട്ടുള്ള മോഡാണ്. പിന്നെ സോക്കാണ്. സോക്ക് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ സോക്ക് ഒരു എന്ന് പറയുന്നത് നമ്മൾ കുതിർത്തി ഇട്ടിട്ട് വാഷ് ചെയ്ത് കിട്ടുന്ന ഒരു മോഡാണ് സോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടൈമിങ് അത് ഓൾറെഡി വെള്ളമൊക്കെ എടുത്ത് കുറച്ച് നേരം തുണി വെള്ളത്തിലിട്ട് കുതിർത്താണ്ടും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വാഷിങ്ങിലേക്ക് പോകുള്ളൂ. അതിനാണ് സോക്കിംഗ് മോഡ് എന്ന് പറയുന്നത്. പിന്നെ ജീൻസാണ്. ജീൻസ് പറയുമ്പോൾ എന്താ വെച്ചാൽ കുറച്ച് കട്ടിയുള്ള പാൻറ്റ് ഇതൊക്കെ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഈ ജീൻസ് മോഡിൽ ഇടാം. അതുപോലെ വൂളെന്ന് പറയുമ്പോൾ ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള നല്ല കട്ടി കൂടിയ തുണികളൊക്കെ വൂളിലിട്ട് ചെയ്യാം. പിന്നെ എല്ലാതും കൂടിയിട്ട് നമുക്ക് ഫസിലിട്ട് കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. അതൊരു ഓട്ടോ മോഡായിട്ട് ഉള്ള ഒരു മോഡാണ്. അപ്പോൾ അടുത്തത് ഡിലേ മോഡാണ്. ഡിലേ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിശ്ചിത ടൈം അത് നമ്മൾ ഓണാക്കി വെച്ച് കഴിഞ്ഞാലും വർക്ക് ചെയ്യാതെ നിൽക്കും. ഇപ്പോൾ നമ്മൾ എത്ര ടൈമാണ് നമ്മൾ അതിൽ സെലക്ട് ചെയ്ത് വെച്ചാൽ ആ ടൈം കഴിയുന്ന വരെ ഈ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യാതെ തന്നെ നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു മോഡാണ്. കാരണം അത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ രാവിലെ ഓണാക്കി ഒരു 5 മണിക്കൂർ വെച്ചേക്കുകയാണെങ്കിൽ ആ 5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് വർക്ക് ചെയ്യുള്ളൂ. അതാണ് ഡിലേ മോഡ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് പറഞ്ഞാൽ സ്പിന്നാണ്. സ്പിന്ന് പറയുന്നത് ഉണക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മോഡാണ്. അതിൽ ടൈമിംഗ് ആണ് ഇത് കാണിച്ചിരിക്കുന്നത്. 5 മിനിറ്റാണ് ഫുൾ ടൈം എന്ന് പറയുന്നത്. പിന്നെ 4, 3, 2 അങ്ങനെ കുറയ്ക്കുകയും ചെയ്യാം. അടുത്ത റിങ്സാണ്. റിങ്സ് എന്ന് പറയുന്നത് 4 മിനിറ്റാണ് വരുന്നത്. അത് നമുക്ക് ടൈമിങ് 1, 2, 3, 4 എന്ന് ഉണ്ട്. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ടൈമിങ് കൂടുതൽ റിങ്സ് പിഴിഞ്ഞെടുക്കുന്ന ഓപ്ഷൻ കൂടുതൽ ടൈം വേണമെന്നുള്ളവരാണെങ്കിൽ അത് ടൈമിങ് കൂട്ടി കൊടുക്കുക. അടുത്തതെന്ന് പറയുന്നത് വാഷിങ്ങിൻ്റെ ടൈമാണ്. വാഷിങ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വാഷിംഗ് ടൈമാണ് ഈ കാണിക്കുന്നത്. 23 മിനിറ്റാണ് ഫുൾ വാഷ് എന്ന് പറയുന്നത്. അത് നമുക്ക് വാഷിങ്ങിൻ്റെ ടൈം പിന്നെ വേണമെങ്കിൽ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാനുള്ള ഓപ്ഷനാണിത്. 16 മിനിറ്റ് ഉണ്ട്, 9 മിനിറ്റ് ഉണ്ട്, 3 മിനിറ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ വാഷും അതേപോലെ സെലക്ട് ചെയ്ത് മാറ്റി നോക്കാം. അതുപോലെ വെള്ളത്തിൻ്റെയാണ്. പിന്നെ വെള്ളത്തിൻ്റെ ഏറ്റവും കുറവ് പറയുന്നത് ഇതാണ്. ഫുള്ള് പറയുമ്പോഴേക്ക് ഇതിലേക്ക് വരും. അങ്ങനെ ഇതിപ്പോൾ കുറച്ച് തുണിയുള്ളതെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് വെള്ളം കുറച്ച് മതിയല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മളിത് ഏറ്റവും ലോയിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുക. അടുത്ത നമ്മൾ വാട്ടർ ലെവൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് നമുക്ക് ഏറ്റവും കുറവ് തുണിയുള്ളെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കുറയ്ക്കാം. ഏറ്റവും കുറവിലിടുക. തുണി കൂടുതലുള്ളതിനനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ബോർഡിലുള്ള മോഡ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ മോഡുകൾ നമ്മൾ ഒരുവിധം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുവിധം വാഷിംഗ് മെഷീൻ്റെ ലൈഫ് കുറച്ചും കൂടെ കൂടുതൽ കിട്ടാൻ ഉപകാരപ്പെടും. പിന്നെ നമ്മൾ തുണി ഇടുമ്പോൾ തുണി ഫസ്റ്റ് ഇടുക. തുണി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ സോപ്പ് പൊടി ഇടുമ്പോൾ പത കുറഞ്ഞ സോപ്പ് പൊടി കൂടുതൽ യൂസ് ചെയ്യാം. ഈ സർഫ് എക്സൽ അതുപോലെയുള്ള സോപ്പ് പൊടിയൊക്കെ ആകുമ്പോൾ എന്ന് വെച്ചാൽ പത കുറവ് വരിക. അപ്പോൾ അങ്ങനത്തെ സോപ്പ് പൊടി യൂസ് ചെയ്യുന്നത് ഏറ്റവും ബെറ്ററാണ്. അത് സോപ്പ് പൊടി പുറത്തലക്കുന്ന അത്രയും സോപ്പ് പൊടി ഇടുകയും ചെയ്യരുത്. ഒരു പകുതി പുറത്ത് യൂസ് ചെയ്യുന്നതിൻ്റെ പകുതി മതി നമുക്ക് ഇതിൽ യൂസ് ചെയ്യുമ്പോൾ. അത് കഴിഞ്ഞ് അത് തുണി ഇട്ട് സോപ്പ് പൊടി ഇട്ട് കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ അമർത്തുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം എടുത്ത് വർക്കിംഗ് സ്റ്റാർട്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തുണിക്കനുസരിച്ച് നമുക്ക് വെള്ളം സെലക്ട് ചെയ്ത് കൊടുക്കുക. കുറച്ച് തുണിയുള്ളെങ്കിൽ കുറച്ച് തുണിക്കനുസരിച്ച് നമ്മൾ വാട്ടർ ലെവൽ സെലക്ട് ചെയ്യുക. അതേപോലെ പിന്നെ ഇതിൻ്റെ പ്രോഗ്രാംസൊക്കെ ഓരോ തുണിക്കനുസരിച്ച് മാറ്റി കൊടുക്കുക. അതേപോലെ ടൈമിങ് കൂടുതൽ വേണ്ടവരാണെങ്കിൽ അതിനനുസരിച്ച് ഓരോ ടൈമിങ്ങും കൂടുതൽ ആക്കി കൊടുക്കുക. എന്നിട്ട് സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം എടുക്കും. അതേപോലെ വെള്ളം ഉള്ളിലേക്ക് വരും. പിന്നെ വെള്ളം ആയിക്കഴിഞ്ഞിട്ടേന് ഫുള്ളി ഓട്ടോമാറ്റിക് എപ്പോഴും വർക്കിംഗ് സ്റ്റാർട്ടാക്കുള്ളൂ. നമ്മൾ എത്ര വെള്ളം സെലക്ട് ചെയ്തുവെങ്കിൽ ആ വെള്ളം ആയിക്കഴിഞ്ഞാലാണ് ഫുള്ളി ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യുള്ളൂ. സെമി ഓട്ടോമാറ്റിക് ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വെള്ളം ആണെങ്കിലും അത് വർക്ക് ചെയ്യും. പിന്നെ അതുപോലെ കളർ പോകുന്ന തുണികളൊക്കെ ഇടുകയാണെങ്കിൽ അത് ഒഴിവാക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള എല്ലാ തുണിയിലേക്കും ആ കളറ്
ആഡ് ആവും. ഇപ്പോൾ വാഷിങ് നടക്കുമ്പോൾ അതിൻ്റെ ഇപ്പോൾ 16 മിനിറ്റാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ 16 മിനിറ്റ് വാഷിങ്ങിൻ്റെ ബ്ലിങ്ക് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പുറത്തുനിന്ന് അലക്കിയ ഒരു തുണിയാണെങ്കിൽ ഇതൊന്ന് ഉണക്കി കിട്ടണം. അങ്ങനെ ഉണ്ടെങ്കിൽ അതും ചെയ്യാം ഇതിൽ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫസ്റ്റ് ഓൺ ചെയ്യാം. ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് സ്പിന്ന് ടൈം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 4 മിനിറ്റ് ടൈം ആവുന്നുണ്ടെങ്കിൽ 4 മിനിറ്റ് വയ്ക്കുക. അപ്പോൾ ഈ വാഷിങ്ങിൻ്റെ വാട്ടർ ലെവൽ ഇതെല്ലാം ഓഫായി പോകും. അതിൻ്റെ ലൈറ്റിങ്ങോ എല്ലാം പോയി. ഇനി നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം പുറത്തേക്ക് ഇതിൽ വെള്ളം ഉള്ളതാണെങ്കിൽ ആ വെള്ളം പുറത്തേക്ക് പോകും. അത് കഴിഞ്ഞ് ഇത് സ്പിന്നിങ് ഉണക്കുന്ന പ്രോഗ്രാം വർക്ക് ചെയ്യും. അങ്ങനെയും ചെയ്യാം. അതുപോലെ നമുക്ക് സ്പിന്ന് ഇതൊന്നും വേണ്ട, നമുക്ക് അലക്കുന്നത് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. രണ്ടും ഓരോന്ന് സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്കിതിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ ഉണക്കുന്ന പ്രോഗ്രാമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു വാഷിംഗ് മെഷീനിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ആവുന്നതും പവർ പ്ലഗ് തന്നെ കൊടുക്കുക വാഷിംഗ് മെഷീന്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ന് വെച്ചാൽ കംപ്ലൈൻറ്റ് കൂടുതൽ വരാൻ ചാൻസ് കുറവാണ്. കാരണം എന്ന് വെച്ചാൽ വോൾട്ടേജിൻ്റെ ഫ്ലക്ച്വേഷൻ അങ്ങനെയുള്ള ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ബോർഡിന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഈ പവർ പ്ലഗ് ആണെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യും. അതുപോലെ വെള്ളത്തിൻ്റെ ഇത് എപ്പോഴും നല്ല ഫോഴ്സ് ഉള്ള ടാപ്പിലേക്ക് കണക്ട് ചെയ്യുക വാഷിംഗ് മെഷീൻ. അപ്പോഴും ഫുള്ളി ഓട്ടോമാറ്റിക്കിന് ഈ വെള്ളത്തിൻ്റെയും പവറിൻ്റെയും പ്രശ്നം കൊണ്ടാണ് കൂടുതൽ വാഷിംഗ് മെഷീൻ ഫുള്ളി ഓട്ടോമാറ്റിക്കിന് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ പിന്നെ വലിയ കംപ്ലൈൻ്റ് ഒന്നും വരില്ല. ഇതിപ്പോൾ എൻ്റെ വീട്ടിലത്തെ വാഷിംഗ് മെഷീൻ ഏകദേശം 4-5 വർഷം പഴക്കമുണ്ട്. ഇപ്പോഴും ഇതേപോലെ നീറ്റായിട്ട് ഇരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതേപോലെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്. ഈ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ ഫുൾ വാഷ് എന്ന് പറയുന്നത് 1.25 മണിക്കൂറാണ്. പിന്നെ നമ്മൾ ടാപ്പത്തെ വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറയുകയാണെങ്കിൽ അതിനനുസരിച്ച് ടൈമിങ് ഈ 1.25 മണിക്കൂർ എന്നുള്ളത് കൂടുതൽ എടുക്കും. അപ്പോൾ ഗായ്സ്, നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നത് ഇത്ര സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നമ്മൾ അതിന് റിപ്ലൈ തരാം. എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. കാരണം ഈ ഫുൾ വാഷിംഗ് മെഷീൻ്റെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഒരു ഫീൽഡിലാണ്. വാഷിംഗ് മെഷീൻ റിപ്പയറിങ്, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, AC അങ്ങനെയുള്ളതിൻ്റെ റിപ്പയറിങ്ങിൻ്റെ ഒരു സെക്ഷനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റിയത്. അപ്പോൾ നമ്മളെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.